ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് വീണ്ടും മൈൻക്രാഫ്റ്റ് ആണ് കളിക്കാൻ പോകുന്നത്. മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്രീഡർ ഇപ്പോൾ വർക്കാവുന്നതേ ഇല്ല, ഇച്ചിരി പോലും വർക്കാവുന്നില്ല. അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മറ്റേ നമ്മൾ കണ്ട റൂയിൻ പോർട്ടലില്ലേ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് മൈനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൈനിങ്ങിന് പോയപ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ കിട്ടി, കുറേ ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ 4 ഡയമണ്ടും കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 4 ഡയമണ്ടും പിന്നെ 2 സ്റ്റിക്കുകൾ വെച്ച് ഞാൻ ഒരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഡയമണ്ട് പെട്ടി അതിരിപ്പുണ്ട്. പിന്നെ ഞാൻ കുറേ മൈനിങ് ചെയ്തപ്പോൾ എനിക്ക് 32 അയണോളം കിട്ടി, 34 അയണോളം കിട്ടി. അത് ഞാൻ എടുത്തു. ഇപ്പോൾ ഈ ഫാം വർക്കാണെന്നില്ല, അത് ഞാൻ ഓഫ് ക്യാമറയിൽ മാറ്റി ബിൽഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാം. നമ്മളപ്പം നമുക്ക് ആദ്യമേ ഒന്ന് നമ്മുടെ ഇൻവെർട്ടറൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മൾക്ക് അന്ന് കിട്ടിയ 2 ഒബ്സിഡിയൻ ഞാൻ ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മൊത്തം കൂടെ 8 പീസ് ഒബ്സിഡിയനും കൂടെ വേണം നമുക്ക്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ ലോഡ് സ്റ്റോൺ, പിന്നെ മൈനിങ്ങിന് പോയപ്പോൾ എനിക്ക് ഇവിടെ കുറേ സാധനങ്ങൾ റെഡ് സ്റ്റോൺ. ഓക്കെ, ഇതല്ല മറക്ക് റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മളിത് ഒരു കോമ്പസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ഒരു കോമ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോമ്പസ് വെച്ചാണ് ഈ ലോഡ് സ്റ്റോൺ കോമ്പസ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോമ്പസ് എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ ലോഡ് സ്റ്റോണിലോട്ടുള്ള വഴി നമ്മളെ ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. അതെന്തായാലും നല്ലൊരിതാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഒരു ബോട്ടാണ്. അവിടെ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഒരു ബോട്ട് എടുത്തിട്ടുണ്ട്. ബിൽഡിംഗ് ബ്ലോക്കിൻ്റെ ആവശ്യം വരുന്ന കുറച്ച്, അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഏതെങ്കിലുമൊക്കെ ഒരു ബ്ലോക്ക് എടുക്കാമല്ലോ. നമുക്ക് ഏതെടുക്കാം ഇന്ന്? കുറച്ച് ഗ്രാനൈറ്റ് ഇരിക്കുന്നു, അതിങ്ങനെ കൊണ്ടുപോവുക. ഓക്കെ, നമ്മളെന്തെങ്കിലും ഗ്രാനൈറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ മണ്ടക്കൂടെ കയറി ബ്രിഡ്ജ് ചെയ്ത് പോവാം. നമുക്ക് പിന്നെ ബ്രെഡ് ഇല്ല കേട്ടോ, നമ്മുടെ ഫുഡ് ഒക്കെ നല്ലപോലെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ച് കുറച്ച് ബ്രെഡ് കൂടെ ഉണ്ടാക്കിയിട്ട് പോകാമല്ലോ. ഓക്കെ, ഞാനത് 5 എടുത്തിട്ടുണ്ട്, 5 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വീട്ടുണ്ടാക്കിയിട്ട് ഒരു 12 ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പോൾ 12 അല്ല 14 കാണും. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഒരെണ്ണം കൂടെ ഉണ്ടാക്കാമല്ലോ അല്ലേ. ഓക്കെ, ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 3 ബ്രെഡ് കൂടെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതും ഉണ്ടാക്കിയിട്ട് ബാക്കിയായിട്ടുള്ള ഒന്നെല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് വേണ്ട എല്ലാം എടുത്ത് വെച്ചേക്കാം. ഇതിനകത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡോറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡോറിനകത്ത് കൊണ്ട് വെക്കാം. ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗെയിമിൻ്റെ. എന്താണ് ഞാൻ ഇവിടെ കുറേ കേവ് പോയി നോക്കി, എല്ലാം നോക്കി. എന്നിട്ട് എനിക്ക് മനസ്സിലായില്ലേ ഇത് എന്തുകൊണ്ടാണ് ഇത് വർക്കാവാത്തതെന്ന്. എനിക്ക് ഇത്ര ഇത് മനസ്സിലായത് ഇത് എന്തുകൊണ്ടാണ് വർക്കാവാത്തത്. ഇതിൻ്റെ ക്രീപ്പർ പൊട്ടി. ഇവിടെ ക്രീപ്പർ പൊട്ടി. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ ആ കോർഡിനേറ്റ്സ് ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോയാൽ മതി. കോർഡിനേറ്റ്സ് വരുന്നത് 41 41 371 41 371 എന്ന് പറയുമ്പോൾ 41 ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടുമല്ല. അപ്പോൾ ഇങ്ങോട്ടാണ് ഈ ഇവിടെ ഇച്ചിരി വെട്ടമുണ്ട് ഇവിടെ ഫുള്ള്. പക്ഷെ ഇവിടെ എന്നിട്ട് മോപ്സൊക്കെ സ്പോൺ ആവുന്നുണ്ട് കണ്ടോ. ഇവിടെയൊക്കെ ഫുള്ള് വെട്ടമുണ്ട്, എന്നിട്ട് മോപ്സ് സ്പോൺ ആവുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ കേട്ടോ, ഇവിടെയൊക്കെ ഞാൻ കുറേ ടോർച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി ഇവിടെ ഒന്നും ഞാൻ ടോർച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ ആയിരിക്കും മോബ്സൊക്കെ സ്പോൺ ആവുന്നത്. ഇങ്ങോട്ട് കുറച്ച് ടോർച്ചൊക്കെ വെച്ചേക്കാം. എന്തായാലും ഇപ്പം ബേസിൻ്റെ ഇവിടെയൊക്കെ നിൽക്കാനുള്ള തരത്തിൽ ടോർച്ച് വെച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ടൊക്കെ കഴിയുമ്പോൾ നല്ല കേട്ടോ. എങ്ങോട്ടാണ് മനസ്സിലായില്ല. എന്തായാലും നമുക്ക് കയറുന്ന ഉറങ്ങിയിട്ടൊക്കെ പോവാം. കാരണം നൈറ്റായെന്ന് മനസ്സിലാവത്തില്ലേ അങ്ങോട്ട് ഇപ്പോൾ ടോർച്ച് വെച്ചോണ്ട്. ഓക്കെ, അത് നല്ല കാര്യമുണ്ട്. ഇപ്പോൾ കണ്ടു, ഇവിടെ ഒന്നും ഞാൻ കുറച്ച് സമയമൊക്കെ നൈറ്റ് സ്പെൻഡ് ചെയ്തു ഇവിടെ. പക്ഷെ എന്നിട്ട് ആരും മോബ്സ് ഒന്നും സ്പോൺ ആയിട്ടില്ല. ഓക്കെ, എടുത്തിട്ടുണ്ട്. അതിന് എങ്ങോട്ടൊന്ന് നോക്കാം നമുക്ക്. ഈ വടിക്കാൻ കണ്ടല്ലേ എന്നും അത് ഇങ്ങോട്ടായിരുന്നു തോന്നുന്നു. നോക്കട്ടെ, ഇപ്പോൾ 41
41 ഇതാണ്. -41 അല്ല 41 371. 41 നമ്മുടെ ഈ ഒരു ഇത് നേരെയാണ് പോകേണ്ടത്. ഓക്കെ, ഈ വഴിക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. അപ്പം നമുക്ക് നേരെ അങ്ങ് പോകാം. പോകാൻ പറ്റുമോ? ഞാൻ മണ്ടയ്ക്ക് എത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കുറേ സമയം എടുക്കും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഈ പോർട്ടലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം പറ്റിയ പണിയെന്ന് പറഞ്ഞാൽ ഞാൻ പോർട്ടലിൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഞാനാണെങ്കിൽ ബക്കറ്റ് കൊണ്ടുവരാൻ മറന്നുപോയി. ഞാൻ വലിയ ഇതൊക്കെ കാണിച്ചതേ ബക്കറ്റ് മാത്രമായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ഇവിടെ ഒഴിച്ച് വെച്ചു. പക്ഷെ ബക്കറ്റ് എടുത്തില്ല, മറന്നുപോയി. എങ്ങനെ ഇറക്കണം? ഇനി എന്തോ ചെയ്യും, എനിക്ക് ഒരു പിടുത്തില്ല. ഇനി തിരിച്ച് ബേസിൽ പിന്നെയും പോയിട്ട് ബക്കറ്റ് എടുത്തുകൊണ്ട് വരേണ്ട വരും. പിന്നെയും ബക്കറ്റ് എടുത്തുകൊണ്ട് വരാണെങ്കിൽ കുറേ സമയം എടുക്കും ഗൈസ്. ഇതിപ്പോൾ ഞാൻ എന്തോ ചെയ്യുമെന്ന് എനിക്ക് പിടുത്തില്ല. ഇവിടെ ഒരു ഗോൾഡ് ബ്ലോക്ക് ഉണ്ടാവേണ്ടതാണ്, അതും ഇല്ല ഇവിടെ. ഇതിപ്പോൾ എന്തോ ചെയ്യും ഗൈസ്. ഞാൻ മറന്നുപോയി ബക്കറ്റ് ഞാൻ ഇത് ഈ പിക്കാക്സ് ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ബക്കറ്റ് സേഫാക്കി വെച്ചാൽ ഞാൻ അവിടെ പോയപ്പോൾ അയൺ ഫാമും ഞാൻ ആക്കിപ്പിച്ച് എല്ലാം ചെയ്തായിരുന്നു. പക്ഷെ അവസാനം വന്ന് ബക്കറ്റ് എടുക്കാൻ പിന്നെയും മറന്നുപോയി. ഇനിയും പിന്നെ അവിടെ വരെ പോടാ. നിൽക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഇവിടുന്ന്. ഇപ്പം എൻ്റെ ഇൻവെൻട്രിക്കകത്ത് എനിക്ക് കുറച്ച് ബ്ലോക്ക് അവൈലബിൾ ആണ്, പിന്നെ ഒരു ഇതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്ര എനിക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തോ എന്താണ് നമുക്ക് ഈ ബോട്ട് വെച്ചൊന്നും ചെയ്യില്ല. എനിക്ക് ബ്ലോക്ക് വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എനിക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓടിച്ചോണ്ടാം പയ്യെ പോവാം. ഓക്കെ, ഈ വെള്ളം അങ്ങോട്ട് കണക്ട് ചെയ്യണം. എങ്ങനെ ചെയ്യും ഗൈസ്? ഞാൻ ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്നെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. എല്ലാം പോയി എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊട്ടത്തരം എന്നാ ഇതാ ഒന്നുകൂടെ വരുന്നു. എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ. ആ ബക്കറ്റും എടുത്തോണ്ട് ഞാൻ തിരിച്ചു വരാനെടുത്ത സമയമുണ്ടല്ലോ ഗൈസ്. അങ്ങനെ അവിടെ മൊത്തവും കടന്ന് കറങ്ങി. എങ്ങോട്ടൊക്കെയാണ് എനിക്കത് പിടുത്തല്ലേ. എന്നിട്ട് എങ്ങനെയൊക്കെയോ നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനിയും നൈസായിട്ട് ആ വെള്ളം എടുത്തങ്ങ് വയ്ക്കുക. ഞാൻ ബക്കറ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. രക്ഷപ്പെട്ട്. ബക്കറ്റ് മാത്രം കൊണ്ടുപോകാനുള്ള കുഴപ്പമില്ല, നമുക്കിവിടെ ഉണ്ടല്ലോ. ഓക്കെ, എടുത്തിട്ട് ഇങ്ങോട്ട് ഒഴിക്കോ എടാ ഓടാ, ഇങ്ങോട്ട് പോടാ. ഇനി അങ്ങോട്ട് പോകണം. അങ്ങോട്ട് ഓക്കെ, അത് മൊത്തം ആക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ. ഇനിയും പയ്യെ ക്രൗച്ച് ചെയ്ത് ഇവിടെ ഇരുന്ന് ഇതൊക്കെ പൊട്ടിക്കുന്നതിന് മുമ്പ് നമുക്കത് ഇത് പൊട്ടിക്കാം. ഇതൊക്കെ പൊട്ടിക്കുമ്പോൾ ലാവ ഉണ്ടെങ്കിലും കാണാനൊക്കെ പറ്റില്ല. ഓക്കെ, ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് 8 എണ്ണം കേട്ടോ വേണം. 8 എണ്ണം വേണം. ഓക്കെ, 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതുകൂടെ പൊട്ടിക്കണം ഗൈസ്. കാരണം എന്തിനാണെന്നറിയോ? ഇത് നമുക്ക് നമ്മുടെ പിക്കാക്സ് വെച്ചുകൊണ്ടിരിക്കും പുതിയൊരു മൈനൊക്കെ ചെയ്യാനായിട്ടേ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കും ചിലപ്പോൾ ഞാൻ. അപ്പോൾ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കുമ്പോൾ അത് നല്ലതാണ്. ഓക്കെ, ഇതിവിടുന്ന് നമുക്ക് 8 എണ്ണം കളക്ട് ചെയ്യണം. അതാണ് ഇനി അടുത്ത പാട്. എത്ര സമയം ഞാൻ ഈ ഒരു പിക്കാക്സ് വെച്ച് കുറേ നേരം പിടിച്ച് വെക്കണം ഗൈസ്. ഇങ്ങനെ പൊട്ടി വരാൻ നെതറൈറ്റ് ആണെങ്കിൽ പോലും നല്ല സമയം എടുക്കും. ഒബ്സിഡിയൻ ആക്കാം പൊട്ടി വരാൻ. 4 എണ്ണേ ആയിട്ടുള്ളൂ ഗൈസ്. ഇനിയും വേണം. ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം. പോയിട്ടില്ല. ഓക്കെ, ഇവിടുന്ന് ഒരെണ്ണം എടുക്കാം. ഇപ്പോൾ തന്നെ 6 എണ്ണമായി. ഓക്കെ, 6 എണ്ണം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഓടിയിട്ട് ഇത് പൊട്ടിച്ച്
അയ്യോ ക്രൗച്ച് ഞാൻ മാറ്റിയതങ്ങ് ഇപ്പോഴും 6 ആയതേ ഉള്ളായിരിക്കും. ഇത് രണ്ടും അങ്ങ് പൊട്ടിച്ചെടുക്കാം ഗൈസ് നമുക്ക്. ഓക്കെ 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 ആ പൊട്ടി വന്നു ഓക്കെ 8 എണ്ണം ആയിട്ടുണ്ട്. രക്ഷപ്പെട്ടു. 8 എണ്ണം ആയിട്ടുണ്ട്. നമുക്കിനി നൈസായിട്ട് അങ്ങോട്ടങ്ങ് പോയേക്കാം. നമ്മുടെ ഓയ്യോ ബേസിലോട്ട് തിരിച്ച് പോവാം. ഓക്കെ നമുക്കിനി തിരിച്ച് ബേസിലോട്ട് പോവാം ഗൈസ്. ഓക്കെ എടാ ഈ പൂച്ചയായിരുന്നു ഇതിനെയൊക്കെ കൊല്ലുന്നേ. ഇപ്പം ഞാൻ അതിനെ ഒന്നും ചെയ്തില്ല ഗൈസ്. ആ പൂച്ചയാണ് അതിനെ അത്രയും കൊന്നുകൊണ്ടിരുന്നത്. പാവം ഗൈസ്. റാബിറ്റിനെല്ലാം പൂച്ചയാണ് കൊന്നത്. ഇപ്പം ഞാൻ വിചാരിച്ചത് റാബിറ്റിനെയൊക്കെ കൊല്ലുന്നത് ഞാനായിരിക്കുന്നത്. പക്ഷേ എന്തോ റാബിറ്റിനെ എല്ലാം കൊല്ലുന്ന ആ പൊട്ടനാണ്, മറ്റേ ആ പൂച്ചപ്പൊട്ടൻ. ഓക്കെ ഞാനിന്ന് ഓഫ് ക്യാമറയിൽ അയൺ ഫാം ശരിയാക്കി കഴിഞ്ഞാൽ ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്യും ഗൈസ്. ഞാൻ കുറേയൊക്കെ ഗ്രൈൻഡ് ചെയ്ത് നല്ല പോലെ അയണൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വരത്തുള്ളൂ. കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടില്ല. ഓക്കെ ഇനി ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഗെയിമിൽ കയറത്തുള്ളൂ. ബട്ട് വീഡിയോ ഇടേണ്ട ദിവസം തന്നെ വരും ഗൈസ്. ഇനി തൊട്ട് അങ്ങനെയല്ല, ചിലപ്പോൾ ഒരു ഇത് കാണാൻ സാധ്യതയുണ്ട്. ബട്ട് എല്ലാ ദിവസവും വരാതിരിക്കത്തില്ല എന്ന് വിചാരിക്കാം നിങ്ങൾക്ക്. ഓക്കെ അത്ര എനിക്ക് പറയാൻ പറ്റും. ഞാൻ വരാതെ ഇരിക്കാൻ നോക്കാം. ഓക്കെ നമുക്കിത് കഴിക്കാം. കണ്ടോ ഇത് ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടെന്ന് കണ്ടോ ഗൈസ്. ബേസ് വരെ പോകാൻ നല്ല ദൂരമുണ്ട് കണ്ടോ. ഇപ്പോൾ വീഡിയോ എത്ര മിനിറ്റ് ആയോ എനിക്ക് അറിയത്തില്ല. അയ്യോ ഓക്കെ ഞാൻ അങ്ങനെയൊക്കെ ബേസ് എത്തിയിട്ടുണ്ടല്ലോ അല്ലേ. ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.